നിഷേധിക്കപ്പെട്ട എക്സ് സർവീസ്മെൻ പദവി പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിച്ച വിജയാഘോഷത്തിലാണ് MNS വെറ്ററൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാരി ശക്തി ഫോറം. 2018 മുതൽ നിഷേധിക്കപ്പെട്ട എക്സ് സർവീസ്മെൻ പദവി ഈ വർഷം ഫെബ്രുവരി 9 മുതൽ പുനഃസ്ഥാപിച്ചു. എക്സ് സർവീസ് പദവി നിഷേധിച്ചതിലൂടെ മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ വിരമിച്ചവർക്ക് നിരവധി അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർക്കാണ് വർഷങ്ങൾക്കു മുമ്പ് എക്സ് സർവീസ് പദവി നിഷേധിച്ചത്. നീതി നിഷേധത്തിനെതിരെ ഉറച്ച പോരാട്ടത്തിലൂടെയാണ് MNS വെറ്ററൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാരി ശക്തി ഫോറം എക്സ് സർവീസ് പദവി തിരിച്ചുപിടിച്ചത്. ഫെബ്രുവരി 9 നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഉത്തരവിറക്കി. ഈ ഒരു വർഷത്തെ ദീർഘമായ പോരാട്ടത്തിനൊടുവിൽ ഗവൺമെൻറ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഞങ്ങളെ വീണ്ടും ഞങ്ങളുടെ എക്സ് സർവീസ്മെൻ പദവി നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് അധികം കടപ്പെട്ടിരിക്കുന്നു. മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്ക് എക്സ് സർവീസ്മെൻ പദവി നിഷേധിക്കുന്നതിലൂടെ നിരവധി ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എക്സ് സർവീസ്മെൻ പദവിയിൽ ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് നീറ്റ് എഴുതാൻ പറ്റത്തില്ല. ഉദ്യോഗത്തിന് നല്ലവണ്ണം പഠിച്ചാൽ ലൈക്ക് സിവിൽ എക്സാം, സിവിൽ സർവീസ് എക്സാം അതുപോലുള്ള എക്സാം എഴുതിയാൽ നമുക്ക് എക്സ് സർവീസ്മെൻ കോട്ട ഉണ്ടായിരുന്നില്ല. അവർക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല. റിട്ടയർഡായിട്ട് വരുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ MNS ഓഫീസേഴ്സിന് അവർക്ക് ജോലിക്ക് അവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. അവർക്ക് ജോബിന് റിലാക്സേഷൻ ഉണ്ടായിരുന്നില്ല, ഏജ് റിലാക്സേഷൻ, റിസർവേഷൻ ഇല്ല, ഒന്നുമില്ലാതെ അവർ വളരെയധികം വിഷമിച്ചിരുന്നു. പോരാട്ട വീതികളിലൂടെ MNS വെറ്ററൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാരി ശക്തി ഫോറം തിരിച്ചുപിടിച്ചത് കേവലം അവകാശങ്ങളും ആനുകൂല്യങ്ങളും മാത്രമല്ല, ത്യാഗനിർഭര സേവനത്തിന് അർഹമായ അംഗീകാരം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ജനം.